ഹലോ നമസ്കാരം ഏവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു 4BHK വീടിൻ്റെ വിശേഷമാണ്. മുഴുവൻ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. തിരുവനന്തപുരം കോർപ്പറേഷൻ ഏരിയയിൽ വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ് ഈ വീട്. ഈ വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരം വട്ടിയൂർക്കാവ് സരസ്വതി വിദ്യാലയം സ്കൂളിൻ്റെ അടുത്താണ്. മെയിൻ റോഡിൽ നിന്നും 300 മീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് ഈ വീട്ടിലേക്ക് വരാനുള്ള ദൂരം വരുന്നത്. 4.5 സെന്റിൽ 2100 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകൾ നൽകൊണ്ടാണ് ഈ വീടിന്റെ പണി പൂർത്തീകരിച്ചിരിക്കുന്നത്. അതിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമുകൾ നൽകിയിട്ടുണ്ട്. കാണുന്ന പോലെ തന്നെ മുറ്റം മുഴുവനും കംപ്ലീറ്റ് ആയിട്ട് ഇന്റർലോക്ക് നൽകിയിട്ടുണ്ട്. സ്ലൈഡിംഗ് ഗേറ്റാണ് വീടിന്റെ എൻട്രൻസിനായിട്ട് നൽകിയിരിക്കുന്നത്. 2 or 3 വലിയ കാർ വരെ പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് സ്പേസും കൊടുത്തിട്ടുണ്ട്. സിറ്റ് ഔട്ട് നൽകൊണ്ടാണ് വീടിന്റെ ഫ്രണ്ടേജ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഈ വീട് വാങ്ങുവാൻ ഹോം ലോൺ ഫെസിലിറ്റീസ് എല്ലാം ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്ത് നൽകുന്നതാണ്. സിറ്റൗട്ട് മുഴുവൻ ജിപ്സം വർക്കുകളെല്ലാം നൽകിയിട്ടുണ്ട്. സിറ്റൗട്ടിൽ നിന്നും അകത്തേക്ക് പ്രവേശിക്കുന്നത് വീടിൻ്റെ മനോഹരമായ ലിവിംഗ് ഏരിയയിലേക്കാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ലിവിംഗ് ഏരിയ നിർമ്മിച്ചിരിക്കുന്നത്. വലിയൊരു സിറ്റിംഗ് ഏരിയയൊക്കെ അറേഞ്ച് ചെയ്യാനുള്ള സ്പേസ് ലിവിംഗ് ഏരിയയ്ക്ക് നൽകിയിട്ടുണ്ട്. ലിവിംഗ് ഏരിയയോട് ചേർന്ന് തന്നെയാണ് ഡൈനിങ് ഏരിയ നൽകിയിരിക്കുന്നത്. എൽ ഷേപ്പിലുള്ള ഒരു ഹാളാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ ലിവിംഗ് ഡൈനിങ് ഏരിയ നമുക്ക് സെപ്പറേഷൻ നൽകാവുന്നതുമാണ്. മനോഹരമായ ഒരു TV യൂണിറ്റ് ഏരിയ ഹാളിൽ കൊടുത്തിട്ടുണ്ട്. എത്ര വലുപ്പമുള്ള TV വേണമെങ്കിലും വയ്ക്കാനുള്ള സ്പേസ് TV യൂണിറ്റ് ഏരിയയ്ക്ക് നൽകിയിട്ടുണ്ട്. വീട് വരെ ടാറിട്ട റോഡാണ് നൽകിയിരിക്കുന്നത്. മനോഹരമായ ജിപ്സം വർക്കുകളെല്ലാം ഹാളിൽ നൽകിയിട്ടുണ്ട്. LED വാം ലൈറ്റ്സിനാണ് ഞങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകിയിരിക്കുന്നത്. വലിയൊരു സിറ്റിംഗ് ഏരിയയൊക്കെ അറേഞ്ച് ചെയ്യാനുള്ള സ്പേസ് ഡൈനിങ് ഏരിയയ്ക്ക് നൽകിയിട്ടുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ഡൈനിങ് ഏരിയ നിർമ്മിച്ചിരിക്കുന്നത്. ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെ ഒരു ഓപ്പൺ മോഡുലർ കിച്ചണാണ് നൽകിയിരിക്കുന്നത്. കിച്ചണോട് ചേർന്ന് തന്നെ വർക്ക് സ്പേസ് ഏരിയയും കൊടുത്തിട്ടുണ്ട്. നിരവധി കബോർഡ് വർക്കുകളെല്ലാം കിച്ചണിൽ കൊടുത്തിട്ടുണ്ട്. എത്രയധികം മനോഹരമാക്കാൻ കഴിയുമോ അത്രയധികം മനോഹരമാക്കിക്കൊണ്ടാണ് വീടിൻ്റെ കിച്ചൺ നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലെ ആദ്യത്തെ ബെഡ്റൂമിലേക്ക് പോകാം. ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കൂടാതെ ബെഡ്റൂമിൽ വാർഡ്രോബ്സ് എല്ലാം നൽകിയിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച്ഡുമാണ്. AC കണക്ഷൻ ഫെസിലിറ്റീസ് എല്ലാം നൽകിയിട്ടുണ്ട്. ബാത്റൂമിൽ ജാഗോറിൻ്റെ ഫിറ്റിംഗ്സ് ആണ് ഞങ്ങൾ യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ ഹീറ്റർ വയ്ക്കാനുള്ള പ്രൊവിഷൻസ് എല്ലാം നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലെ 2ാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കൂടാതെ ഈ ബെഡ്റൂമിലും വാർഡ്രോബ്സ് എല്ലാം നൽകിയിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച്ഡുമാണ്. ഇനി നമുക്ക് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാം. ഫസ്റ്റ് ഫ്ലോറിലും ഒരു ലിവിംഗ് ഏരിയ നൽകിയിട്ടുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിംഗ് ഏരിയ ആണ് കൊടുത്തിരിക്കുന്നത്. വലിയൊരു സിറ്റിംഗ് ഏരിയ ഒക്കെ അറേഞ്ച് ചെയ്യാനുള്ള സ്പേസ് ലിവിംഗ് ഏരിയയ്ക്ക് നൽകിയിട്ടുണ്ട്. ഇവിടെ മുഴുവനും ജിപ്സം വർക്കുകളും നൽകിയിട്ടുണ്ട്. ഇവിടെയും വാം ലൈറ്റ്സിനാണ് ഞങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. TV വയ്ക്കാനുള്ള സ്പേസ് എല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ ആദ്യത്തെ ബെഡ്റൂമിലേക്ക് പോകാം. നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കൂടാതെ ഈ ബെഡ്റൂമിലും വാർഡ്രോബ്സ് എല്ലാം നൽകിയിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച്ഡുമാണ്. ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂമുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ 2ാമത്തെ ബെഡ്റൂമിലേക്ക് പോകാം. നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ഈ ബെഡ്റൂമും ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കൂടാതെ വീടിൻ്റെ എല്ലാ ബെഡ്റൂമുകളും നല്ല സ്പേഷ്യസ് ആയിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. എല്ലാ ബെഡ്റൂമുകളിലും വാർഡ്രോബ്സ് എല്ലാം നൽകിയിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച്ഡുമാണ്. വീടിൻ്റെ എല്ലാ ബാത്റൂമുകളിലും ജാഗോറിൻ്റെ ഫിറ്റിംഗ്സ് ആണ് ഞങ്ങൾ യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ എല്ലാ ബാത്റൂമുകളിലും ഹീറ്റർ വയ്ക്കാനുള്ള പ്രൊവിഷൻസ് എല്ലാം നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടി ഓപ്പൺ ടെറസിലേക്ക് പോകാം. നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ഈ സൈഡ് നിർമ്മിച്ചിരിക്കുന്നത്. കൂടാതെ ഈ സ്ഥലത്താണ് വാഷിംഗ് മെഷീൻ എല്ലാം വയ്ക്കാനുള്ള പോയിന്റ് നൽകിയിരിക്കുന്നത്.
ഇനി നമുക്ക് വീടിൻ്റെ ബാൽക്കണിയിലോട്ട് പോകാം. നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ഈ ബാൽക്കണി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ ജനറൽ ഡീറ്റെയിൽസിലേക്ക് ഒന്നുകൂടെ പോവുകയാണെങ്കിൽ തിരുവനന്തപുരം വട്ടിയൂർക്കാവ് സരസ്വതി വിദ്യാലയം സ്കൂളിൻ്റെ അടുത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. മെയിൻ റോഡിൽ നിന്നും 300 മീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് ഈ വീട്ടിലേക്ക് വരാനുള്ള ദൂരം വരുന്നത്. 1.25 CR 1,25,00,000 ഈ വീടിൻ്റെ ആസ്കിംഗ് പ്രൈസ്. അത് തീർത്തും നെഗോഷ്യബിൾ ആണ്. ഈ വീടിനെക്കുറിച്ചോ ഈ വീട് സന്ദർശിക്കുവാനോ വേണ്ടി ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ വീഡിയോയിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നൽകിയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.